ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇത് നടക്കില്ല എന്ന് പറഞ്ഞ് നമ്മുടെ രാജ്യത്തെ പല വലിയ നേതാക്കളും വിധി എഴുതിയ സംഭവം നടത്തി കാണിച്ചതിൻ്റെ 10ാമത്തെ വാർഷികമാണിന്ന്. സംഭവം UPI ആണ്. UPI പേയ്മെൻറ്റ്സ്, ഡിജിറ്റൽ ഇന്ത്യ. ഇത് ആദ്യമായിട്ട് കൊണ്ടുവന്നപ്പോൾ ഇതിനെ എതിർത്തവരിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു, ചിദംബരം ഉണ്ടായിരുന്നു. ചിദംബരത്തിൻ്റെ വാക്കുകൾ ഇപ്പോഴും ഫേമസ് ആണ്. അദ്ദേഹം പാർലമെന്റിൽ നിന്ന് പറയുന്നത് ഇതെങ്ങനെ നടപ്പാക്കും? ഒരു സാധാരണക്കാരൻ്റെ കയ്യിൽ മൊബൈൽ ഫോണുകളുണ്ടോ? ഒരു സാധാരണക്കാരൻ്റെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ സാധാരണക്കാരന്? അല്ലെങ്കിൽ ഗ്രാമങ്ങളിൽ വൈദ്യുതി ഉണ്ടോ? ഈ വൈദ്യുതി ഉണ്ടെങ്കിൽ തന്നെ അവിടെ ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടോ? അവിടെ QR കോഡ് ഉണ്ടോ? ഇത് ഏതെങ്കിലും ഒരു തരത്തിൽ ബാങ്കുകളിലേക്ക് ബന്ധിപ്പിക്കുന്നുണ്ടോ? എന്തോരം പണിയാണിത് എന്ന് ചോദിച്ചിടത്തു നിന്ന് ഇന്ന് നമ്മൾ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് ഒരു മാസത്തിൽ 23,000+ കോടി UPI ഇടപാടുകളാണ് നടക്കുന്നത്. നമ്മുടെ രാജ്യം അതിൽ റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്. ലോക രാജ്യങ്ങളെല്ലാം തന്നെ വളരെയധികം അമ്പരപ്പോടുകൂടിയാണ് നമ്മുടെ ഈ UPI സംവിധാനത്തെ കാണുന്നത്. പല ലോക രാജ്യങ്ങളും ഈ സിസ്റ്റം, അതായത് ഈ ടെക്നോളജി ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിച്ച് ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറി. പൈസ എന്ന് പറയുന്ന ഒരു സാധനം നാട്ടുകാർ കണ്ടിട്ട് കാലം മറന്നു. പൈസ ഇപ്പൊ കയ്യിൽ ആരുടെയും ഇല്ല എന്നുള്ളതാണ്. ബാങ്ക് അക്കൗണ്ടുകളിൽ വരുന്ന പൈസയ്ക്ക് കൃത്യമായിട്ടുള്ള അക്കൗണ്ടബിലിറ്റി ഉണ്ടായി. ഇൻകം ടാക്സ് ഏജൻസികൾക്ക് അതിന്റെ പണി കുറഞ്ഞു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുകൾക്ക് ഇത് വെട്ടിക്കുന്നവന്മാരെ പിടിക്കാൻ വളരെ എളുപ്പം സാധിക്കുന്നുണ്ട്. 2026 ഓഗസ്റ്റ് 25 UPIക്ക് 10 വർഷം പൂർത്തിയാക്കുകയാണ് ബിച്ചേട്ടാ. കയ്യിൽ പണം വേണമെന്ന ശീലം മാറി. ബാങ്ക് അക്കൗണ്ട്, മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ പണം കൈമാറാനുള്ള സംവിധാനം ചെറിയ കച്ചവടക്കാരിൽ വലിയ മാറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഗ്രാമങ്ങളിലേക്ക് ഡിജിറ്റൽ പേയ്മെന്റ് എത്തി. പണമിടപാടുകൾ കൂടുതൽ രേഖയും ട്രാൻസ്പെറൻസിയും വന്നു. ഇന്ത്യയുടെ UPI മറ്റു ലോകരാജ്യങ്ങളിലേക്ക് പോയി. വിദേശത്ത് പോയ ഇന്ത്യക്കാർക്ക് അവിടെ UPI എന്ന് പറയുന്ന ഒരു പ്രയോജനം ഇപ്പോൾ ലഭിക്കുന്നു. ബാങ്കുകൾ തമ്മിലുള്ള മത്സരം മാറി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയുടെ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിന്റെ അടിത്തറ തന്നെ മാറ്റി എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. 10 രൂപ പോലും, എന്തിനു പറയുന്നു, 1 രൂപ പോലും ഡിജിറ്റലായിട്ട് അയക്കാം എന്നുള്ളൊരു സംസ്കാരത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊണ്ടെത്തിച്ചു. 10 വർഷത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ 2016 21 ബാങ്കുകളിൽ മാത്രമായി UPI ചുരുങ്ങിയിരുന്നുവെങ്കിൽ ഇന്ന് ബാങ്കുകളുടെ എണ്ണം കൂടി UPIയുടെ എണ്ണവും കൂടി 741 ബാങ്കുകളായി. 2016 വെറും 21 ബാങ്കും 2026 741 ബാങ്കുകളാണ്. ആദ്യകാലത്ത് വളരെ കുറച്ചിടപാടുകളാണെങ്കിൽ 2026 ആയപ്പോഴേക്കും ഒരു മാസം 23,000+ കോടി ഇടപാടുകൾ. 23,000 ഏറ്റവും മിനിമം ആണ്, മാക്സിമം 5,000 കോടി വരെ പോവാം. അത് കഴിഞ്ഞിട്ട് ഫിനാൻഷ്യൽ ഇയർ 2017 1.78 കോടി ഇടപാടുകളാണ് നടന്നിരുന്നത്. ഒരു വർഷം നടന്നുള്ളത് 2016 1.78 കോടി ഇടപാടുകൾ. എന്നാൽ 2025-26 25,000 കോടി ഇടപാടുകളാണ് UPIയിൽ നടന്നിരിക്കുന്നത്. ലക്ഷം കോടി. അതെ, ലക്ഷം കോടിയാണ് നടന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോ ഇന്ത്യയിൽ മാത്രം ആയിരുന്ന UPI 2016 ഏകദേശം 15 രാജ്യങ്ങളും കടന്ന് ഇപ്പോഴും കൂടുതൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ അവസാനമായിട്ട് ഗ്രീസ് ആണെന്ന് തോന്നുന്നു UPI സംവിധാനം നമ്മൾ അപ്ലൈ ചെയ്ത ഒരു രാജ്യം എന്ന് പറയുന്നത്. അങ്ങനെ കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അപ്പൊ എങ്ങനെ കാണുന്നു മോദിയുടെ ഈ ഒരു ജൈത്രയാത്ര? അങ്ങനെ തന്നെ ഇതിനെ കുറിച്ച് പറയാം. ധനുഷ്, ആദ്യം കുറെ പേരുകൾ പറഞ്ഞു, ചിദംബരത്തിന്, രാഹുൽ ഗാന്ധിയുടെ. അതിനകത്ത് ഒരു പേര് വിട്ടുപോയതിൽ എനിക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. ഡോക്ടർ തോമസ് ഐസക്. അദ്ദേഹത്തെ ഈ അവസരത്തിൽ സ്മരിക്കാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹമാണ് UPIക്കെതിരെ വലിയ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കി. അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കപ്പലിന്റെ കച്ചവടക്കാരന്റെ UPI ഉണ്ടോ എന്നുള്ളത് ഇന്ന് പിച്ചക്കാരനിലും ഉണ്ട് എന്നുള്ളതാണ് വളരെ രസകരം. അദ്ദേഹം പോലും ഇപ്പൊ ഡിജിറ്റൽ പേയ്മെന്റ് ആണ് നടത്തുന്നത്. അപ്പം ഏറ്റവും വലിയ രസകരമായ ഒരു കാര്യമാണത്. ഏതായാലും ഇതിലേക്ക് വരുന്നു. 2016 ആഗസ്റ്റ് 25 ഈ രാജ്യത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങനെ ഒരു സംവിധാനം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എല്ലാവർക്കും ആശങ്ക ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ ചിദംബരത്തിന്റെ ആശങ്കയും ഒന്നും ചെറിയൊരു ആശങ്കയായിട്ട് ഞാൻ കാണുന്നില്ല. അദ്ദേഹം പറഞ്ഞതിനകത്ത് തെറ്റ് പറയുന്നുമില്ല ധനുഷ് അതിനകത്ത്. കാരണം ആ സാഹചര്യത്തിൽ ആരും ചിന്തിച്ചു പോകുന്നൊരു കാര്യമാണ്, സാധാരണപ്പെട്ടവരുടെ ഫോണുണ്ടോ, ഇതുവഴി എങ്ങനെ അവർ നടത്തും, ഇത് എങ്ങനെയാണ് ഈ സംവിധാനം, ഒന്നൊന്നും ആർക്കും അറിയില്ല. പല കാര്യങ്ങളും അങ്ങനെയാണല്ലോ. ഈ കുപ്പിവെള്ളം നമ്മൾ കുടിച്ച് ശീലിച്ചതാണോ? മുമ്പ് നമുക്ക് ഈ കുപ്പിക്കകത്ത് വെള്ളം കിട്ടത്തില്ലായിരുന്നല്ലോ. നമ്മൾ പൈപ്പിൽ നിന്ന് മറ്റേ വെള്ളം എടുത്തില്ലായിരുന്നു എല്ലാവരും കുടിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് കുപ്പിവെള്ളം വന്നപ്പോൾ നമ്മൾ ആദ്യം ചിരിച്ചത് മലയാളിയാണ്. ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ബോട്ടിൽ മിനറൽ വാട്ടർ കിട്ടുന്നത് കുപ്പിവെള്ളമോ എന്തുവാണെന്ന് കളിയാക്കി. ഇന്ന് കുപ്പിവെള്ളം കുടിക്കാത്ത ഒരു മലയാളിയും ഇല്ല. ഇനി അടുത്ത വരാൻ പോകുന്ന മറ്റൊരു സംഭവമുണ്ട്. ഡൽഹിയിൽ ഓൾറെഡി വന്നു കഴിഞ്ഞത്. ഈ ചൈനയിലും മറ്റുമൊക്കെ ഓക്സിജൻ ഈ ചെറിയ ബോട്ടിൽ കിട്ടും.
ഓക്സിജൻ, കാരണം അവിടെ ശുദ്ധമായ ഓക്സിജൻ ശ്വസിക്കാനായിട്ട് ആൾക്കാർ ചെറിയ ബോട്ടിൽ ഓക്സിജൻ വാങ്ങാറുണ്ട്. അതും ഇനി ഇവിടെ എത്തും. ഇപ്പോഴും നമ്മളിന്ന് ചിരിക്കുന്നുണ്ട്, ഓക്സിജനും ഒക്കെ വാങ്ങി ആൾക്കാർ യൂസ് ചെയ്യുന്നു. ആലപ്പുഴ വരാൻ ഒരു ഓക്സിജൻ പാർലറുണ്ട് പോകുന്ന വഴിക്ക് NH-ന്റെ സൈഡിൽ. ഞാൻ പറയാം, അങ്ങനെ മാറ്റങ്ങൾ വരും. മാറ്റങ്ങൾ വരുമ്പോൾ ആദ്യം എതിർക്കുന്നത് CPM-ഉം ഇടതുപക്ഷവും ഒക്കെ ആയിരിക്കും. കാരണം അവർക്കിത് ഇത് അവരുടെ സ്വപ്നത്തിൽ പോലും ഇത് കാണത്തില്ല, ഇത് എന്തുവാണെന്നുള്ളത്. കോൺഗ്രസ്സുകാർ പിന്നെ അങ്ങനെയല്ല, മാറ്റം വരുമ്പോൾ അവർ ആദ്യം എതിർക്കുമെങ്കിലും അത് സക്സസ് ആയി കഴിയുമ്പോൾ അവർ പറയും നെഹ്റുവിന്റെ സ്വപ്നമായിരുന്നു ഇത്, നെഹ്റു ഇങ്ങനെ ഒരു സംവിധാനത്തെ കുറിച്ച് ആലോചിച്ചിരുന്നു എന്ന് പറയും. ഏതായാലും ഈ സംവിധാനം വരുന്നു. ഇത് ചിദംബരത്തിന് മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് കേട്ടോ, അതുകൂടി ഈ അവസരത്തിൽ ഒന്ന് പറയുന്നത് നല്ലതായിരിക്കും. പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും, നമ്മുടെ ഈ ഇലക്ട്രിക്കൽ കാറുകളുടെ കാര്യം വന്നപ്പോൾ ചിദംബരം ചോദിച്ചത് ഈ വണ്ടി വഴി കിടന്ന് തള്ളാൻ നിങ്ങൾ വരുമെന്ന് ഗഡ്കരിയോട് ചോദിച്ചിരുന്നത് മുമ്പ്. ഇന്നിപ്പം ഇലക്ട്രിക്കൽ കാർ വിപണി എത്ര എത്തി നിൽക്കുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇന്ന് നമ്മുടെ ഈ പെട്രോൾ വണ്ടിയുടെ ഒക്കെ ഇത് കുറയുക. കഴിഞ്ഞ ഒരു ദിവസത്തെ റിപ്പോർട്ട് ഞാൻ കണ്ടു, പെട്രോൾ വാഹനങ്ങൾ ഇപ്പോൾ ആർക്കും വേണ്ട. ഇപ്പോൾ ഈ പെട്രോൾ ഡീസൽ അല്ലാത്ത മറ്റു ഇന്ധനങ്ങളില്ല, CNG, ഇലക്ട്രിക്കല്, പിന്നെ ഹൈബ്രിഡ്, ഈ വാഹനങ്ങളുടെ വിൽപ്പന ഇപ്പോൾ 45% കഴിഞ്ഞിരിക്കുന്നു. അതായത് മൊത്തം 100 വണ്ടി വിറ്റ് അതിൽ 45 വണ്ടി ഇത്തരത്തിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എനിക്ക് തോന്നുന്നു 5 കൊല്ലത്തിനകം പെട്രോളിലും ഡീസലിനോടും പല വാഹന നിർമ്മാതാക്കളും ഗുഡ് ബൈ പറയേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഇപ്പൊ 2 വീലർ എടുക്കുന്നവരെല്ലാവരും ഇലക്ട്രിക്കലിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ UPA വരുന്നു, ഇതിനെ ആദ്യം പുച്ഛിച്ചു. കാരണം വലിയ വലിയ രാജ്യങ്ങളിൽ പോലും ഇത് സക്സസ് അല്ല. അവിടെയാണ് നോട്ട് നിരോധനം വന്നപ്പോൾ ഇത് തന്നെ വന്നു. നോട്ട് നിരോധനം വന്നപ്പോൾ ചോദിച്ചു ഇനിയും കള്ളനോട്ട് അടിച്ചിറക്കില്ലേ, അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഇന്ന് നോട്ട് എവിടെ കള്ളനോട്ട് അടിക്കാനായിട്ട്? ഇന്ന് നോട്ടിന്റെ ട്രാൻസാക്ഷൻ തന്നെ ഇല്ല. ഇന്ന് പേടിച്ചാണ് നോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത് തന്നെ, കൂടുതൽ എമൗണ്ട് ഉണ്ടെങ്കിൽ. അതേ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതിന് തിരുമേനിമാര് പല ക്ഷേത്രങ്ങളിലും അവരുടെ ഈ അരക്കെട്ടിന്റെ അവിടെ നമ്മുടെ ഈ ID കാർഡ് കണക്ക് QR കോഡ് പ്രിന്റ് ചെയ്ത് തൂക്കിയിട്ടുണ്ട്. ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറി. കാരണം ഈ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തിനേയും സ്വീകരിക്കാനും അതനുസരിച്ച് മാറാനും നമുക്ക് വളരെ പെട്ടെന്ന് കഴിയുമെന്നുള്ളതാണ്. ഇന്ന് UPA ആദ്യം ധനുഷ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 2016 1.6 ലക്ഷം കോടി രൂപയായിരുന്നു ഈ ട്രാൻസാക്ഷൻ നടന്നിരുന്നെങ്കിൽ ഇന്നിപ്പോ 25 ലക്ഷം കോടി രൂപയിലേക്ക് അത് മാറിയിരിക്കുന്നു. 25 ലക്ഷം കോടിയിലേക്ക് പെർ ഡേ ട്രാൻസാക്ഷൻ മാറുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഒരു ഈ ഡിജിറ്റൽ പേയ്മെന്റ് ഇടപാട് 25 ലക്ഷം കോടിയിലേക്ക് അത് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അത് ട്രാൻസാക്ഷൻ ചെയ്താൽ മാത്രമേ ആ എമൗണ്ട് വരൂ, ബഹുഭൂരിപക്ഷം പേരും. ഇത് നമ്മൾ കടകളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ QR കോഡിന്റെ ഒരു ഇതിലേക്ക് കാര്യങ്ങൾ മാറി. പക്ഷെ ഇത് തകർക്കുക എന്നുള്ളത് വിദേശ രാജ്യങ്ങളുടെ ഒരു അജണ്ടയാണ്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ പുതിയതായിട്ട് അടിച്ചിറക്കിയ ഒരു വലിയ സ്റ്റോറി ആയിരുന്നു, കേന്ദ്ര സർക്കാർ ഈ ഡിജിറ്റൽ ഇടപാടുകൾക്ക് പൈസ ഈടാക്കുന്നു, ടാക്സ് ഈടാക്കുന്നു. 2000 രൂപയ്ക്ക് മുകളിൽ നിങ്ങൾ ഡിജിറ്റൽ പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ ടാക്സ് ഈടാക്കുന്നു എന്ന് പറഞ്ഞു. അവസാനം നിർമ്മലാ സീതാരാമൻ വന്ന് പറയേണ്ടി വന്നു, ഞങ്ങൾ അങ്ങനെ ആലോചിച്ചിട്ട് പോലുമില്ല, ഇതിന് സർവീസ് ചാർജ് ഈടാക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നില്ല എന്ന്. കടക്കാരാണ് ആദ്യം അത് ചെയ്തിരുന്നത്. കടക്കാരാദ്യം ഇവമാർക്ക് ഈ പൈസ കിട്ടിയാലേ എന്തെങ്കിലും ഈ തരികട കാണിക്കാൻ പറ്റത്തുള്ളൂ. അവരിത് അവരുടെ QR കോഡ് എടുത്ത് പാത്ത് വെക്കും. നമ്മൾ ചെല്ലുമ്പോൾ പറയും, അയ്യോ QR കോഡ് ഇടല്ലേ, ഞങ്ങൾക്ക് നഷ്ടമാണ്, 1 രൂപ വെച്ച് പിടിക്കും, ഇല്ല 2 രൂപ വെച്ച് പിടിക്കും. ഒരു കുന്തവും പിടിക്കത്തില്ല ഇവമാർക്ക്. ചെറുകിട കച്ചവടക്കാർ വൻകിട ട്രാൻസാക്ഷൻ പൈസ പിടിക്കുന്നുണ്ട്. അപ്പം വൻകിട ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ 5 ലക്ഷം 10 ലക്ഷം രൂപയാണ്. അത് ഗൂഗിൾ പേ വഴി ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പം ആ ട്രാൻസാക്ഷൻ പിടിക്കുന്നുണ്ട്. അത് ബാങ്കിന്റെ ഒരു സർവീസ് ചാർജ് ആണ്. അവര് അതിപ്പോ നേരെ ചൊവ്വേ നമ്മൾ ബാങ്കിൽ കൊണ്ട് ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താലും സർവീസ് ചാർജ് അവർ പിടിക്കാറുണ്ട്. അത് ആ സമ്പ്രദായം തന്നെ ഇപ്പോഴും ഉള്ളത്. അപ്പൊ ഇങ്ങനെ വന്നിരിക്കുന്നു. ഏതായാലും അന്ന് നരേന്ദ്രമോദി പുച്ഛിച്ച യൂറോപ്യൻസ് പോലും ഇന്ന് വാങ്ങുന്നു. ഏറ്റവും ഒടുവിൽ ഇന്ത്യ അടുത്ത് ഈ സിസ്റ്റം ചോദിച്ചിരിക്കുന്ന രാജ്യത്തിന്റെ പേരാണ് ബ്രിട്ടൻ. നമ്മുടെ രാജ്യത്തെ അടക്കി ഭരിച്ചിരുന്ന ഒരു രാജ്യമാണ് UK. ആ UK ചോദിച്ചിരിക്കുന്നു, എന്താണ് നിങ്ങളുടെ സംവിധാനം? അതിന് ടെക്നോളജി കൊടുത്തു കഴിഞ്ഞു. ആ ടെക്നോളജി നമ്മുടെ ഇവിടുന്ന് പോയിട്ട് നമ്മളത് കൊടുക്കുകയാണ് അവർക്ക്. അവിടെയും അത് ഇത് വരിക. കാരണം നോട്ടടിക്കേണ്ട ഭാരിച്ച ചെലവുകൾ കുറയുന്നു. ഒപ്പം തന്നെ ഇനിയിപ്പോ പ്ലാസ്റ്റിക് നോട്ടിന്റെ കാലമാണ്. അതിപ്പോ കൊച്ചിയും സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് കേൾക്കുന്നു. ഈ ട്രയൽ ഉണ്ടല്ലോ, വിവിധ സംസ്ഥാനങ്ങളിലെ ചില നഗരങ്ങളിലാണ് ട്രയൽ നടന്നത്, അതായത് കൊച്ചിയുമുണ്ട്. അപ്പോ ഈ പ്ലാസ്റ്റിക് നോട്ടുകളിലേക്ക് വരുന്നു. അങ്ങനെ കള്ളനോട്ടടി എന്ന് പറഞ്ഞൊരു ബിസിനസ് പൂർണ്ണമായി നിന്നു. അതോടുകൂടിയാണ് പാകിസ്ഥാന്റെ നട്ടലൊടിഞ്ഞു പോകുന്നൊരു കാര്യം ഉണ്ടായത്. പിന്നെ നമ്മുടെ ഇവിടുത്തെ പല റിയൽ എസ്റ്റേറ്റ് മാഫിയകളും ഇല്ലെങ്കിൽ ഒക്കെ മോദിക്ക് വിരോധികളെ കുറച്ച് കൂട്ടിക്കൊടുത്തൊരു സാധനം കൂടിയാണ്. കള്ളനോട്ടടിക്കാരന്റെ, മാഫിയക്കാരന്റെ, ബിനാമിക്കാരന്റെ ഒക്കെ അബൂരി കളഞ്ഞു. ഇന്നും പൈസ തൊടാൻ പേടിയാ. ഇന്നും കുറെ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ ഭയന്നാണ് പറയുന്നത്. കാരണം എന്തെങ്കിലും തരത്തിൽ പിടി വീണ് കഴിഞ്ഞാൽ അവിടെ തീർന്നു. കാരണം ഇത് പിന്നെ കേന്ദ്ര സർക്കാരിന്റെ കേസിലേക്കാണ് പോകുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഏതെങ്കിലും ഒരു ഏജൻസിയുടെ കേസിൽ നമ്മൾ ഒരിക്കൽ പെട്ട് കഴിഞ്ഞാൽ ഊരാൻ വലിയ പാടാം, മരണം വരെ അത് കിടക്കും. അതുകൊണ്ടാണ് ഈ റെയിൽവേയുടെ സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ, വഴിവെക്കി കിടക്കും, ഇരുമ്പും ഇതും ഒക്കെ. സാധാരണ നമ്മുടെ വീടിന്റെ ഭാഗത്തിൽ ഒരു ഇരുമ്പ് കഷ്ണം കിടന്നു കഴിഞ്ഞാൽ അപ്പോഴേ ആക്രിക്കാരം വന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നത് ആരും അറിയത്തില്ല. പക്ഷെ അത് തുടത്തില്ല ആരും. കാരണം അതിനകത്ത് കേസിൽ പെട്ട് കഴിഞ്ഞാൽ ഊരാൻ വലിയ പ്രയാസമാണ്. പിന്നെ അവരുടെ റഡാറിലായിരിക്കും. നമ്മുടെ ജീവിതം കോഞ്ഞാട്ടയാണ്. ഇപ്പൊ ED കേസൊക്കെ കണ്ടില്ല, അത് കിടക്കും.
അപ്പൊ ഇതേ രീതിയിൽ വന്നു. കള്ളപ്പണ ഇടപാടുകൾ വളരെയധികം കുറഞ്ഞു. പിന്നെ ഈ ബ്ലാക്ക് മണി കുറഞ്ഞു, കള്ളനോട്ട് കുറഞ്ഞു. ഒപ്പം തന്നെ ട്രാൻസാക്ഷൻ ലളിതമായി. ട്രാൻസാക്ഷന് രാജ്യത്തിന് ഒരു അക്കൗണ്ടബിലിറ്റി വന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആരെന്ത് മുടക്കുന്നു, എന്ത് കിട്ടുന്നു എന്നുള്ളത് കൃത്യമായി. രാജ്യത്ത് ഇന്ന് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ഒരാൾ പോലും ഇല്ല. ബാങ്ക് അക്കൗണ്ട് വന്നു കഴിഞ്ഞിരിക്കുന്നു. ട്രാൻസാക്ഷൻ ലളിതമാണ്. അതോടൊപ്പം തന്നെ ഈ ട്രാൻസാക്ഷനകത്ത് മറ്റൊരു ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിജിറ്റൽ ട്രാൻസാക്ഷനകത്ത് നടക്കുന്ന എന്ത് തരികടകളും പിടിക്കാൻ കഴിയും. ഇപ്പൊ ഞാനൊരു പൈസ അയച്ചു, കിട്ടിയില്ലെന്ന് പറയാൻ കഴിയില്ല. നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് തെളിയിക്കാൻ ഇച്ചിരി പാടാണെങ്കിൽ ഇത് വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. ട്രാൻസാക്ഷൻ ഇതായി കഴിഞ്ഞപ്പോഴേക്കും ഇതുപോലെയുള്ള ഒരു നിയമപരിരക്ഷ പലർക്കും ലഭിക്കാൻ തുടങ്ങി. പല ഇടപാടുകൾക്കും നിയമപരിരക്ഷ. ഇപ്പൊ നമ്മൾ ഒരാൾക്ക് ഒരു 1 ലക്ഷം രൂപ കൊടുത്തു, 50,000 രൂപ കൊടുത്തു, അവർ തിരിച്ചു തന്നില്ല. അവർ പറയാൻ ഞങ്ങൾ എപ്പോൾ തന്നു എന്ന് ചോദിച്ചാൽ ഇത് പറയാൻ കഴിയില്ല. ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ ഈ സാധനം കിട്ടുമല്ലോ. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വന്നിരിക്കുന്നു. പോക്കറ്റടി എന്ന് പറഞ്ഞൊരു കലാരൂപം തന്നെ നമ്മുടെ രാജ്യത്ത് ഇല്ലാതായിരിക്കുന്നു. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നിരിക്കുന്നു. ജനത്തിന് വിരൽത്തുമ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. ഇപ്പൊ ബയോമെട്രിക് രീതിയിലേക്ക് കൂടെ വന്നിട്ടുണ്ട്. വളരെ നല്ല കാര്യം. നരേന്ദ്രമോദി സർക്കാർ ചെയ്തതിനകത്ത് ഒരു ഗംഭീര കാര്യം നോട്ട് നിരോധനം. നോട്ട് നിരോധനത്തിലൂടെ എന്ത് നേടിയെന്ന് ചോദിച്ചാൽ, നോട്ട് നിരോധനത്തിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നേടി. അതിനകത്ത് ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിജിറ്റൽ പേയ്മെന്റ് ഇടപാടാണ്. ഇന്നതിന്റെ 10ാം വാർഷികമാണ്. ഈ വാർഷികം ആഘോഷിക്കുമ്പോൾ ഡിജിറ്റൽ പേയ്മെന്റ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. നമ്മുടെ രാജ്യത്ത് ഇത് വളരെ പെട്ടെന്ന് തന്നെ പോയി പടർന്ന് പന്തലിച്ചു. ഒപ്പം തന്നെ തോമസ് ഐസക്, പി ചിദംബരം, രാഹുൽ ഗാന്ധി എന്നിവരെ കൂടി ഈ അവസരത്തിൽ ഓർത്തുകൊണ്ട് നമുക്ക് ഇന്നിവിടെ ഇത് വൈൻഡപ്പ് ചെയ്യാം.